ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ടോപ്പിൽ ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇത് കണ്ടോ, ഈ ടോപ്പിൽ കണ്ടോ ഒരു വശത്തായിട്ട് വലതുവശത്തായിട്ട് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്, വായോ. അപ്പോൾ ഈ കാണുന്ന ഡിസൈനാണ് നമ്മൾ ആ ടോപ്പിൽ വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ട്രേസിങ് പേപ്പർ എല്ലാം എടുത്ത് നമ്മൾ ട്രേസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഈ കാണുന്ന രീതിയിലാണ് ട്രേസ് ചെയ്തെടുക്കുന്നത്. എവിടെയാണോ നമ്മൾ ട്രേസ് ചെയ്തെടുക്കേണ്ടത് അവിടെ ട്രേസിങ് പേപ്പർ വെച്ച ശേഷം നമ്മൾ ഏത് പിക്ചറാണോ വരച്ചെടുക്കേണ്ടത് ആ പിക്ചർ അതിൻ്റെ പുറത്തൂടെ ഈ കാണുന്ന രീതിയിലാണ് വരച്ചെടുക്കുന്നത്. ഇതല്ലാതെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രേസ് ചെയ്തെടുത്ത ശേഷം വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സിൽക്കിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ 4 കളേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം ഈ കാണുന്ന സെൻറ്ററിലായിട്ടുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അതിന് സാറ്റൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. കണ്ടത് ഈ കാണുന്നത് പോലെ തന്നെ ഓരോ ഇതളിനും സാറ്റൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതിന് പിങ്ക് കളറാണ് ത്രെഡ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ എല്ലാ ഇതളുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ തന്നെ എല്ലാ ഇതളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അന്ന് കാണിച്ചതുപോലെ നമ്മൾ വീതി കൂട്ടി ചെയ്യുമല്ലോ, ആ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, എങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ബാലൻസ് വരുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ അടുത്ത ഫ്ലവർ നോക്കാൻ പോവുകയാണ്. അടുത്ത ഫ്ലവറിന് ലോങ് ആൻഡ് ഷോർട്ടാണ് കൊടുക്കുന്നത്. ആദ്യം ഔട്ട്ലൈനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലോങ് ആൻഡ് ഷോർട്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് കൊടുത്ത് എടുക്കുന്നുണ്ട്. ഓരോ ഇതളിനും ലോങ് ആൻഡ് ഷോർട്ട് കൊടുത്ത് തന്നെയാണ് 2 ഫ്ലവറും ചെയ്തെടുക്കുന്നത്. ശേഷം ഈ കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗോൾഡൻ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഫ്ലവറിന് ഔട്ട്ലൈൻ കൊടുത്തെടുക്കുന്നു. ഇതുപോലെ ഓരോ ഇതളിനും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ എന്താണ്, ഈ ഗോൾഡൻ കളർ വെച്ചിട്ട് തന്നെ നമ്മുടെ പൂമ്പൊടിയും ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ശേഷം ബാലൻസ് ഉള്ള ഫ്ലവറിന് എന്ത് ചെയ്യുന്നു, ഔട്ട്ലൈൻ കൊടുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. സീക്വൻസ് ഒക്കെ കൊടുത്ത് ചെറിയ 2 ബീഡ്സ് ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ലുക്ക് ഇതാണ് വരുന്നത്. കണ്ടോ, ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് അവർക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.